മക്കളെ, ഇന്ന് നമുക്ക് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി കേദാർനാഥ് അഗ്രവാൾ എഴുതിയ കവിതയുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗൂൻ ചാട്ടി വായു സേ ആപ്നെ ക്യാ സമജ? ഗൂൻ ചാട്ടി വായു എന്നതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ആൻസർ നോക്കാം. രക്ത് കോ സുഖാനെ വാലി ഹവ, രക്തത്തെ ഉണക്കുന്ന കാറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, टेरों अन्न उपजाने के लिए किसान को किन किन का सामना करना पड़ता है? ഒരു കൂമ്പാരം അന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കർഷകന് കിൻ കിൻക എന്തെല്ലാം പ്രയാസങ്ങളാണ് നേരിടേണ്ടി വരുന്നത്? സാമന കർണ പറഞ്ഞാൽ നേരിടുക, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വരുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. പ്രതികൂൽ മൗസം और कठिन പരിസ്ഥിതിയും का सामना करना पड़ता है. പ്രതികൂലമായ കാലാവസ്ഥയും കഠിനമായ പരിസ്ഥിതിയും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? സാമന കർണ പड़ता है, നേരിടേണ്ടതായിട്ട് വരുന്നു. വളരെ സിമ്പിളായിട്ടാണ് ആൻസറൊക്കെ എഴുതിയത്, ചെറിയ ആൻസറാണ് എഴുതിയത് കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കുക. എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ പറയുന്നത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, ഒരുപാട് എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത നോക്കാം. കിസാൻ കോ മിട്ടി കാ പൂർണ്ണ പാരഗി ക്യോം കഹാ ഗയാ ഹെ? കർഷകനെ മണ്ണിൻ്റെ പൂർണ്ണ രക്ഷകൻ, സംരക്ഷകൻ എന്ന് എന്താ പറയുക, പൂർണ്ണമായിട്ടുള്ള കാവൽക്കാരൻ അല്ലെങ്കിൽ പരീക്ഷകൻ എന്നൊക്കെ പറയും, പാരഗി പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിസാൻ കോ മിട്ടി കാ പൂർണ്ണ പാരഗി ക്യോം കഹാ ഗയാ ഹെ? കർഷകനെ മണ്ണിൻ്റെ പൂർണ്ണമായിട്ടുള്ള പരീക്ഷകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ നോക്കാം. കിസാൻ അപ്പനാ ജീവൻ മിട്ടി കെ സാത്ത് ഹി ബിതാത്താ ഹെ. കർഷകൻ എപ്പോഴും മണ്ണിനോടൊപ്പം ജീവിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, मन की गाद मिलाना का मतलब क्या है? मन की गाद मिलाना എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? കഠിൻ ശാരീരിക പരിശ്രമം കർണ, കഠിനമായ ശരീര പരിശ്രമം ചെയ്യുക, കഠിനമായി പരിശ്രമിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, खेती से संबंध रखने वाले शब्द कविता से पहचान कर लिखे. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ശബ്ദ കവിതയിൽ നിന്നും തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞത്. ജുവ, ബീജ് അങ്ങനെ തുടങ്ങുന്നു കേട്ടോ. ബീജ് പറഞ്ഞാൽ വിത്ത്, അതുപോലെ തന്നെ മണ്ണ്, പിന്നെന്താ നമ്മളതിൽ പഠിച്ചിട്ടുള്ളത്, കാറ്റ്, സൂര്യൻ, അങ്ങനെ ആ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഗാദ് അല്ലേ, വളം, അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഈ പാഠത്തിൽ. അപ്പം അങ്ങനെയുള്ളതാണ് അതിന് ആൻസറായിട്ട് എഴുതേണ്ടത്. ആൻസർ നോക്കാം. ഗാദ്, ഫസൽ, മിട്ടി, ബൈലോം, പാംസ്, ജോത്ത് ഡാൽന, കുസി. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. किसान अपनी जिंदगी कैसे व्यतीत करता है? कविता के आधार पर पूर्ति करें. കവിതയുടെ അടിസ്ഥാനത്തിൽ കർഷകൻ എങ്ങനെയാണ് ആ കർഷകന്റെ ജീവിതം ചിലവഴിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. കിസാൻ, എല്ലാത്തിലും കിസാൻ കിസാൻ ചേർത്തിട്ട്. കിസാൻ വർഷ ഓർ ധൂപമേ കാം കർത്താ ഹെ. കർഷകൻ മഴയിലും വെയിലിലും ജോലി ചെയ്യുന്നു, മഴയത്തും വെയിലത്തും. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ. കർഷകന് മണ്ണിന്റെ മർമ്മം അറിയുന്നു. അതുപോലെ ബാക്കി എത്ര നമ്മൾ ഇവിടേക്ക് ഫില്ല് ചെയ്യണം? 3, 2, 5, 6 ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കിസാൻ മിട്ടി കോ ജോത്ത് ഡാൽത്താ ഹെ. കർഷകൻ മണ്ണിനെ ഉഴുതുമറിക്കുന്നു. കിസാൻ മിട്ടി മേ ബീജ് ബോത്താ ഹെ. കർഷകൻ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നു. മിട്ടി കി പൂർണ്ണ പാരഗി ഹെ. കർഷകൻ മണ്ണിന്റെ പൂർണ്ണ പരീക്ഷകനാണ്.
ഇവിടെയൊക്കെ കിസാൻ കിസാൻ ചേർക്കണം കേട്ടോ. അവിടെ ഈ മൂന്നെണ്ണത്തിന് കിസാൻ എഴുതാൻ വിട്ടിട്ടുണ്ട്, ഈ മൂന്നെണ്ണത്തിന് കിസാൻ ചേർക്കണം കേട്ടോ. കിസാൻ മിട്ടി മേ ഗാദ് ഡാൽത്താ ഹെ, കർഷകൻ മണ്ണിൽ വളം ചേർക്കുന്നു. കിസാൻ മിട്ടി കി മഹിമ ഗാത്താ ഹെ, കർഷകൻ മണ്ണിന്റെ മഹത്വം പാടുന്നു. കിസാൻ സോനെ കാ സപ്ന ദേത്താ ഹെ എന്നല്ല കേട്ടോ, ദേക്താ ഹെ. ദേക്ന പറഞ്ഞാൽ കാണുക, അറിയില്ലേ ദേക്ന എന്ന് എഴുതാന്. ദേന്ന് എഴുതുക, രണ്ടാമത്തെ ഗാഡ ദേക്താ അല്ല, കിസാൻ സോനേക്കാ സപ്ന ദേക്താ ഹെ, കർഷകൻ മണ്ണിന്റെ സ്വർണം വിളയുന്ന സ്വപ്നം കാണുന്നു. കിസാൻ മിട്ടിക്കോ ജീവിത രഖ്താ ഹെ, കർഷകൻ മണ്ണിനെ ജീവനുള്ളതാക്കി തീർക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതൊക്കെ നിങ്ങൾ ഈ ബോക്സിലേക്ക് എഴുതട്ടോ, അവിടേക്ക് എഴുതാനുള്ള ഓരോന്നാണ് അവിടെ തന്നത്. ഓരോന്നോരോന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് നോക്കുക, ഫോണിൽ നോക്കിയിട്ട് അതിൽ സെൻറ്റൻസ് നോക്കുക, എന്നിട്ട് അത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിൽ എഴുതാം. ഇത് ഏത് കോളത്തിൽ എഴുതുക, ഇപ്പം തന്നത് ഓർഡർ മാറി എഴുതിച്ചിട്ടൊന്നും പ്രശ്നമില്ല കേട്ടോ, ഓർഡറായിട്ട് എഴുതണം നിർബന്ധമില്ല. നിങ്ങൾ എഴുതുന്നത് ടിക്ക് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, അടുത്തത് കവിദാസെ നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ് ചോദ്യം. കിസാൻ അപ്പനി ജിന്ദഗി വ്യതിത് കർക്കെ ഗേത്ത് മേ സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹെ, കർഷകൻ തൻ്റെ ജീവിതം ജിന്ദഗി വ്യതിത് കർക്കെ ഗേത്ത് മേ സമൃദ്ധി, ജീവിതം ചെലവഴിക്കുന്ന എന്തിനാണ്, വയലിൽ എന്തിൻ്റെയാണ്, സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു എന്നാണ് പറഞ്ഞത്. ഗേത്ത് മേ സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹെ, വയലിൽ സമൃദ്ധമായിട്ട് ഫലഭൂയിഷ്ടമായിട്ട് ഫലങ്ങളെല്ലാം കായ്കനികളെല്ലാം ഉണ്ടായി നിൽക്കുന്നത്, നെല്ലാണെങ്കിൽ നെല്ല് വിളഞ്ഞു നിൽക്കുന്നത് ഒക്കെ ആര് സ്വപ്നം കാണുന്നു, കർഷകൻ സ്വപ്നം കാണുന്നു എന്നർത്ഥം വരുന്ന വരി ഏതാണ്, അതാണ് ചോദ്യം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ആ കവിതയിലേക്ക് നോക്കുക, എന്നിട്ട് ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഗബ്ബാ രഹാ ഹെ ജീവൻ അപ്ന ദേഖ് രഹാ ഹെ മിട്ടി മേ സോനെ കാ സപ്ന, സ്വർണം വിളയുന്ന സ്വപ്നം കാണുന്നു എന്നല്ല പറഞ്ഞത്, അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കിസാൻ അപ്പനി ജിന്ദഗി വ്യതിത് കർക്കെ ഗീത്ത് സമൃദ്ധി കാ സ്വപ്ന, സമൃദ്ധിയുടെ സ്വപ്നം, അതാണ് സ്വർണം വിളയുന്ന സ്വപ്നം എന്ന് പറഞ്ഞു കേട്ടോ. കിസാൻ കടി മെഹനത്ത് സെ ഗേത്ത് കോ സദാ ഉർവർ ബനാത്താ ഹെ और സ്വയം ജീവിത രഹത്താ ഹെ, കർഷകൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് വയലിനെ എപ്പോഴും എല്ലായ്പ്പോഴും എങ്ങനെയാണ് വളരെയധികം നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ളാക്കി നിർത്തുകയും സ്വയം ജീവിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം വരുന്ന വരി ഏതാണ്? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കണ്ടെത്താം. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പനെ തൻകി ഗാദ് മിലാക്കർ മിട്ടി കോ ജീവിത രഖ്താ ഹെ ഖുദ് ഹി ജീത്താ ഹെ, കർഷകൻ സ്വയം ജീവിക്കുന്നു. അപ്പനെ തൻകി ഗാദ് മിലാക്കർ, വളരെയധികം കഠിനമായിട്ട് പരിശ്രമം ചെയ്തിട്ട് കർഷകൻ ഭൂമിയിൽ എന്താ പറയുക വിളവുണ്ടാക്കിക്കൊണ്ട് സ്വയം ജീവിക്കുന്നു. കിസാൻ കടി മെഹനത്ത് മേ ഗേത്ത് കോ സദാ ഉർവർ ബൻതാ ഹെ और സ്വയം ജീവിത രഹത്താ ഹെ, കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് കിസാൻ ജീവിക്കുന്നു എന്ന് പറയുന്ന വരി. അപ്പനെ തനിക്ക് ഗാദ് മിലാക്കർ, തനിക്ക് ഗാദ് മിലാന്ന് പറഞ്ഞാൽ വളരെയധികം പരിശ്രമിക്കുക എന്നുള്ള അർത്ഥം. മിട്ടിക്കോ ജീവിത രക്തായ ഗുദ് ജീത്തായ, സ്വയം ജീവിക്കുന്നു. ഈ വരിയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പഠേ സമझे और लिखें, വായിച്ച് മനസ്സിലാക്കി എഴുതാനാണ് പറഞ്ഞത്. ഇൻ പ്രയോഗം പർ ധ്യാൻ ദേ, താഴെ തന്നിരിക്കുന്ന എല്ലാ പ്രയോഗങ്ങളും ശ്രദ്ധിക്കുക. ജാക്കർ, ഗർജിക്കർ, തബക്കർ, ബർസാക്കർ, ഡോബക്കർ, മർക്കർ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റൻസ് ഉണ്ടാക്കണം. മേം മൈദാൻ മേം ജാക്കർ ഗേൽത്താ ഹെ, ഞാൻ മൈതാനത്ത് പോയിട്ട് കളിക്കുന്നു. അതുപോലെ ഈ ജാക്കർ നമ്മളവിടെ ഉപയോഗിച്ചു. ഇനി എന്ത് വേണം? ഗർജിക്കർ വേണം. അപ്പം സിംഹം ഗർജിച്ചു വരുന്നു എന്ന് എഴുതാം. ഷേർ ഗർജിക്കർ ആത്താ ഹെ, അല്ലെങ്കിൽ ബാദൽ ഗർജിക്കർ ആത്താ ഹെ, ബാദൽ അല്ലേ, മേഘം. തബക്കർ എന്ന് പറഞ്ഞാൽ ചൂടായിട്ട്. ബർസാക്കർ പെയ്തിട്ട്, ഡൂബക്കർ മുങ്ങിയിട്ട്, മർക്കർ മരിച്ചിട്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്കിനി സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സെൻറ്റൻസ് നോക്കാം. ബാദൽ ഗർജിക്കർ ആത്താ ഹെ, 1, ബാദൽ ഗർജിച്ചുകൊണ്ട് വരുന്നു.
ലോഹ ആഗമേ തബ്കർ ഗൽത്താ ഹെ, ഇരുമ്പ് അഗ്നിയിൽ ഉരുകി ചൂടായിട്ട് ഉരുകുന്നു. ഫൂൽ ബർസാക്കർ ഹി വസന്ത ഋതു ആത്തി ഹെ, പൂക്കൾ വർഷിച്ചുകൊണ്ട് വസന്തകാലം വരുന്നു. സമുദ്രമേ ഡൂബ്കർ ഹി മോത്തി നികൽത്താ ഹെ, സമുദ്രത്തിൽ മുങ്ങിയിട്ട് മുത്ത് തിളങ്ങുന്നു. മഹാൻ വ്യക്തി മർക്കർ ഹി അമർ ഹോത്തെ ഹെ, മഹത് വ്യക്തി മരിച്ചിട്ടും അനശ്വരനാകുന്നു. അമർ മരിച്ചിട്ടുണ്ട്, പക്ഷെ മരിക്കാത്ത ആളായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത്. അടുത്തത് കവിതയുടെ ആശയം എഴുതാനാണ് ക്വസ്റ്റ്യൻ. ആസ്വാദൻ ടിപ്പണി രണ്ടും ഒരേ അർത്ഥാണ് വരുന്നത് കേട്ടോ. കവിതാക്ക ആസ്വാദൻ ടിപ്പണി ലിഖിയം കണ്ടല്ലേ, ഇതിന്റെ ആൻസറാണ് നമ്മൾ എഴുതിയത്. ആസ്വാദൻ ടിപ്പണി എന്ന് പറഞ്ഞാലും ആശയം എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇവിടെ ഒരു സിമ്പിൾ ആശയം എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആശയത കേദാർനാഥ് അഗ്രവാൾ ജി की कविता है एक धरती है उस किसान की. കേദാർനാഥ് അഗ്രവാൾ ജി എഴുതിയിട്ടുള്ള കേദാർനാഥ് അഗ്രവാൾ ജി की कविता है एक धरती है उस किसान की. യഹ് ധർത്തി ഹെ എന്നാണ് കേട്ടോ, ഏക്കല്ല കേട്ടോ, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കവിതയുടെ ആശയം നോക്കാം. കേദാർനാഥ് അഗ്രവാൾ ജി की कविता है यह धरती है उस किसान की. കേദാർനാഥ് അഗ്രവാൾ ജി എഴുതിയിട്ടുള്ള കവിതയാണ് യഹ് കിസാൻ ഹേ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്നത്. ഈ വരി നമുക്ക് മാറ്റം വരുത്തി എങ്ങനെ എഴുതാം? യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി കവിത കേദാർനാഥ് അഗ്രവാൾ ജീനെ ലിഖാ ഹേ, അങ്ങനെ എഴുതാം കേട്ടോ. കവിതേന്റെ പേരെഴുതാം, പിന്നെ കവിന്റെ പേരെഴുതാം, ഇന്നാളെ എഴുതിയതാണ്, അങ്ങനെ എഴുതാം. കവി कहता है कि किसान वर्षा और धूप में काम करता है. കവി പറയുന്നു കിസാൻ വർഷ और धूप में काम करता है, കർഷകൻ മഴയത്തും വെയിലത്തും പണിയെടുക്കുന്നു. കഠിൻ പരിശ്രം കർക്കെ അന്ന ഉപജാത്ത ഹെ, കഠിനമായി പരിശ്രമിച്ചിട്ട് അന്നം ഉൽപ്പാദിപ്പിക്കുന്നു. വഹ് മിട്ടി മേ സോനെ കാ സപ്ന ദേഖ് രഹാ ഹെ, അത് മണ്ണിൽ സ്വർണം വിളയുന്ന സ്വപ്നം കാണുന്നു. കർഷകൻ മണ്ണിൽ സ്വർണം വിളയുന്ന സ്വപ്നം കാണുന്നു. ഇസ് പ്രകാർ യഹ് ധർത്തി ഉസ് കിസാൻ കി ഹെ, ഇപ്രകാരം ഈ ഭൂമി ആ കർഷകന്റേതാണ്. ജോ ഇസ് പർ മെഹനത്ത് കർക്കെ അന്ന ഉപജാത്ത ഹെ, ആരാണോ ഇതിൽ പരിശ്രമിച്ച് അന്നം ഉണ്ടാക്കുന്നത്, വളരെയധികം കഠിന പരിശ്രമം ചെയ്തിട്ട് അന്നം ഉൽപ്പാദിപ്പിക്കുന്നവനുള്ളതാണ് ഈ ഭൂമി എന്നാണ് ഈ കവിതയിൽ നമ്മൾ പഠിച്ച കാര്യം അല്ലേ. അപ്പോൾ ഇതാണ് കവിതയുടെ ആസ്വാദൻ ടിപ്പണി. ആശയം എന്ന് ചോദിച്ചാലും ആസ്വാദൻ ടിപ്പണി ചോദിച്ചാലും ഇതേ ആൻസറാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. कृषभ दिवस पर आपके विद्यालय में जत्था निकाला जा रहा है. प्लकार्ड के लिए संदेश वाक्य लिखे. प्लकार्ड ഉണ്ടാക്കാനാണ് കൃഷഭ ദിവസ്, കർഷക ദിവസത്തിനെ കുറിച്ചിട്ടാണ് പ്ലക്കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഒന്നിവിടെ എഴുതിയിട്ടുണ്ട് ജീത്താ രഹേ കിസാൻ. ഇനി രണ്ടെണ്ണം നിങ്ങൾ ഉണ്ടാക്കണം. ഒരു മാതൃക ഞാൻ കാണിക്കാം, ഒന്നുകൂടെ ഇവിടെ ഉണ്ടാക്കാനുണ്ട്, ഒരു മാതൃക കാണിക്കാം. ജീത്താ രഹേ കിസാൻ അതിലുള്ളതാണ്. കിസാൻ ഹേ തോ ഹം ഹേ, ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. കിസാൻ ഹേ തോ ഹം ഹേ. പരിശ്രം ഹി സഫലത കാ ആധാർ ഹേ എന്ന് നമുക്ക് ഒരു ലേഖനം എഴുതാനുണ്ട് അടുത്തതായിട്ട്. सफलता के लिए परिश्रम की आवश्यकता है. निम्नलिखित बिंदुओं के आधार पर चर्चा करें और लेख लिखें. ലേഖനം എഴുതാനാണ്. സഫലത के लिए परिश्रम की आवश्यकता है എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. जीवन में सफलता प्राप्त करना, हार धक्कान का सामना करना, संघर्ष भरे जीवन में आगे बढ़ते जाना, परिश्रम का महत्व पहचानना, समाज और देश के विकास में परिश्रम का योगदान. ഇതെല്ലാം നിങ്ങൾ എഴുതുന്ന ലേഖനത്തിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ ചേർത്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ലേഖനം തയ്യാറാക്കുക. അപ്പോൾ എഴുതിയ ലേഖനം കാണിക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്.
जीवन में सफल होने के लिए പരിശ്രമം की आवश्यकता होती है. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ പരിശ്രമം വളരെ അത്യാവശ്യമാണ്. जीवन में हमें कई कठिन परिस्थितियों का सामना करना पड़ता है. ജീവിതത്തിൽ നമുക്ക് വളരെ കഠിനമായിട്ടുള്ള പരിസ്ഥിതികളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നു. कभी कभी हमें हार का सामना भी करना पड़ता है. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പരാജയം കൈവരിക്കേണ്ടതായിട്ട് വരുന്നു, പരാജയത്തിനെ നേരിടേണ്ടതായിട്ട് വരുന്നു. परंतु പരിശ്രമി വ്യക്തി ഇതൊക്കെ ബിന ഹമേശ ആകെ ബഡ്താ ജാത്താ ഹെ. എന്നാൽ പരിശ്രമികളായിട്ടുള്ള വ്യക്തികൾ ക്ഷീണിക്കാതെ എല്ലായ്പ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പരിശ്രമം കർണേ സേ സംഘർഷ കം ഹോത്താ ഹെ. പരിശ്രമിക്കുന്നതിലൂടെ സംഘർഷം കുറയുന്നു. समाज और देश के विकास में പരിശ്രമം का योगदान रहता है. സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും വികസനത്തിന് പരിശ്രമം ആവശ്യമാണ്. ജീവൻ में പരിശ്രമം का महत्व बहुत अधिक होता है. ജീവിതത്തിൽ പരിശ്രമത്തിൻ്റെ മഹത്വം വളരെ വലുതാണ്. അത്രയാണ് നമ്മളുടെ ലേഖനമുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോക്കിയിട്ട് എഴുതിയെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.